പ്രൈസ് ദ ലോർഡ്. കല്ലടയാറിൻ്റെ സമീപത്താണ് എൻ്റെ വീട്. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് അവിടെയാണ്. അപ്പോൾ വെള്ളം വറ്റുന്ന സമയത്ത് നദിയിൽ ചെന്നാൽ അവിടെ വലിയ വലിയ പാറക്കൂട്ടങ്ങൾ കാണാം. ചില പാറകളിലൊക്കെ വലിയ കുഴികൾ നമുക്ക് കാണാൻ സാധിക്കും. ആ കുഴികൾ സ്വാഭാവികമായി ഉണ്ടായി വന്നതല്ല, മറിച്ച് വെള്ളം മുകളിൽ നിന്നും താഴേക്ക് പതിച്ചിട്ട് അത് വർഷങ്ങൾ ഒരേ സ്ഥലത്ത് തന്നെ ശക്തിയായി വീണത് നിമിത്തം ഉണ്ടായി വന്ന കുഴികളാണ്. ചുറ്റിക കൊണ്ട് തകർക്കാൻ ബുദ്ധിമുട്ടുള്ള, ഉളി കൊണ്ട് തുളയ്ക്കാൻ പ്രയാസമുള്ള ഈ കടുകട്ടിയായ പാറകളിൽ വലിയ കുഴികൾ വെള്ളം വീണത് നിമിത്തമുണ്ടായി എന്നത് എനിക്ക് ഒരു അത്ഭുതമായി തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ട് വെള്ളം വീണപ്പോൾ ഈ വലിയ കുഴികൾ രൂപപ്പെട്ടു? വളരെ ലളിതമായ ഉത്തരം പറഞ്ഞാൽ, സ്ഥിരമായി ഒരു സ്ഥലത്ത് തന്നെ വെള്ളം ശക്തിയായി പതിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ കുഴികൾ രൂപപ്പെട്ടു. എന്താണ് ഈ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഈ ഹ്രസ്വമായ സന്ദേശത്തിലൂടെ എൻ്റെ പ്രിയ പ്രേക്ഷകരോട് ഞാൻ പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നറിയാമോ? പ്രിയരെ, സ്ഥിരതയുള്ള പ്രാർത്ഥനയ്ക്ക് മുൻപിൽ പൊട്ടിമാറാത്ത ഒരു പ്രതിസന്ധിയുമില്ല. അതെ, വിശുദ്ധ തിരുവഴുത്തിൽ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട ഏറ്റവും പരമപ്രധാനമായ ഒരു പാഠമാണ് ഇത്. പ്രാർത്ഥനയിൽ സ്ഥിരതയുണ്ടായിരിക്കുക. നമ്മിൽ പലരും ഒരു ദിവസം പ്രാർത്ഥിച്ചു, ഒരാഴ്ച പ്രാർത്ഥിച്ചു, ഒരു മാസം പ്രാർത്ഥിച്ചു, അതിന് മറുപടി കാണാത്തത് നിമിത്തം, അതിലൊരു ദൈവപ്രവൃത്തി കാണാത്തത് നിമിത്തം നിർത്തിക്കളയാറുണ്ട്. നാം മനുഷ്യരാകയാൽ നാം പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. എന്നാൽ വിശുദ്ധ ബൈബിളിലെ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട ഒരു വലിയ പാഠമാണ്, സ്ഥിരതയുള്ള പ്രാർത്ഥനയ്ക്കാണ് വലിയ ദൈവപ്രവൃത്തിയെ കൊണ്ടുവരാൻ സാധിക്കുന്നത്. മറുപടി ലഭിക്കുന്നതുവരെയോ, ദൈവം നീ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ മോനെ നിന്റെ ഈ പ്രാർത്ഥന ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയല്ല എന്ന് ദൈവം പറയുന്നതുവരെയോ പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും നമുക്കുണ്ട്. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നത് വരെയോ, ഇതെന്റെ ഹിതമല്ല എന്ന് ദൈവം വെളിപ്പെടുത്തുന്നത് വരെയോ സ്ഥിരമായി പ്രാർത്ഥിച്ചാൽ പൊട്ടിമാറാത്ത ഒരു പ്രതിസന്ധിയില്ല. സ്ഥിരതയോടെ പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.